ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നോമ്പ് 10ാമത്തെ നോമ്പൊക്കെ ആയിട്ടുണ്ടല്ലേ. അപ്പം ഈ എടുത്തേക്കുന്ന വീഡിയോ കുറച്ച് ദിവസം മുന്നേ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ചിക്കൻ ചുരുട്ടാണേ. ഞാൻ ഇതിൻ്റെ ചെമ്മീൻ ചുരുട്ടിൻ്റെ വീഡിയോയും ഇതൊക്കെയാണ് കണ്ടേക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ അപ്പം ഉണ്ടായിരുന്നത് നമ്മുടെ ചിക്കനാണ് അപ്പോൾ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് ചിക്കൻ ചുരുട്ട് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി കേട്ടോ. പക്ഷേ ഉണ്ടാക്കി നോക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു അത്രയും ടേസ്റ്റുള്ള ഒരു സംഭവമായിരിക്കും എന്ന്. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ബോൺലെസ് ആയിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തു. അതൊന്നൊരു സിമ്പിൾ മസാലയിലൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. കുറച്ച് അധികം പ്രോസസ്സ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതെന്തായാലും ഉപ്പും കുരുമുളകും അങ്ങനെ കുറച്ച് ചെറിയ മസാല ഇട്ടിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ അത് പാനിലേക്ക് ഇട്ടിട്ട് ചുമ്മാ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ആവരുത്. ഡീപ്പ് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ മസാലയുടെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഒരു ഷാലോ ഫ്രൈ ആക്കുക, അതായത് ഒത്തിരി മൊരിഞ്ഞു പോകണ്ട. അപ്പം ഞാൻ എന്തായാലും ഓയിൽ ഒഴിച്ചിട്ട് ചിക്കനൊക്കെ ഇട്ടൊന്ന് ഇളക്കി അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓരോ ഡിഷസ് പുതിയതൊക്കെ ഉണ്ടാക്കി പരീക്ഷിക്കുകയാണ് കേട്ടോ. സത്യം എന്താ, നമ്മൾ വൈകുന്നേരം ഈ റിപ്പീറ്റ് അടിക്കാതെ എന്തെങ്കിലും സെപ്പറേറ്റ് ഉണ്ടാക്കണം, അതെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയാണ് കേട്ടോ. ചെറുതായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ റീലിടുന്ന അതും ഒരു കാരണമാണ്. പക്ഷെ എന്നാലും ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് എഴുതി. മറ്റേന്ന് പറയുമ്പോൾ 30 ദിവസം കട്ട്ലേറ്റും പഴംപൊരി അങ്ങനെയൊക്കെ ഐറ്റംസ് ഒക്കെ ആയിരിക്കും കേട്ടോ. ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു സംഭവം റെഡിയായി കഴിഞ്ഞപ്പോൾ അതിനുള്ള മസാല തയ്യാറാക്കണം. അപ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, സവോള, തക്കാളി എല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് പൊടികളും തേങ്ങയൊക്കെ ചേർത്തിട്ട് ചിക്കനൊക്കെ ചേർത്ത് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ തൂവിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു മസാല റെഡിയായി. നിങ്ങളുണ്ടല്ലോ, ഈ മസാല എന്ന് പറയുമ്പോൾ ഇത് ചുമ്മാ നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ. ഇതിനിപ്പോൾ ചിക്കൻ ചുരുട്ട് നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിലും വേണ്ടില്ല, ആ മസാല ഉണ്ടാക്കണം കേട്ടോ. ആ മസാല നമ്മൾ ചപ്പാത്തിയുടെ കൂടെ, പത്തിരിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രൈ റോസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അത് അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും അത് റെഡിയായി. പിന്നെ ചപ്പാത്തിയല്ല, പത്തിരിയുടെ പരിപാടികളാണ് കേട്ടോ. അതിനകത്ത് പത്തിരി പൊടിക്കകത്തേക്ക് നമ്മുടെ ഈ തേങ്ങയും ചെറിയുള്ളി പെരിഞ്ചീരകം കൂടി പൊടിച്ച് ചേർത്തിട്ട് അങ്ങനെ മിക്സാക്കി പത്തിരി പോലെ കുഴച്ചെടുക്കുന്നത്. ഇച്ചിരി ഈ ഒരു പൊടിയുടെ കേസിൽ ഒരു ഇച്ചിരി കഷ്ടപ്പാടുണ്ടെങ്കിലും വെർത്താണ് കേട്ടോ ഉണ്ടാക്കുന്ന സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് വാട്ടിയിട്ട് അതിനകത്ത് എണ്ണ പുരട്ടി അതിനകത്തൊരു ഉണ്ട വെച്ചിട്ട് വേറൊരു ഇല വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ പത്തിരി പലകയിൽ വെച്ചിട്ട് പ്രസ് ചെയ്താൽ നിങ്ങൾക്കത് അത്രയും എളുപ്പമായിരിക്കും ചിലപ്പം. പിന്നെ ഇത് ഇലയിൽ വെക്കുന്ന കാരണം ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ച് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ. റോൾ ചെയ്തെടുത്ത് വെച്ചിട്ട് രണ്ട് എൻഡും ഒന്ന് ടക്ക് ചെയ്തു, അതായത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ ഒട്ടി ഫിക്സ് ആയിരുന്നോളും. പിന്നെ എൻ്റെ കയ്യബദ്ധം കാരണം അതൊന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ട്. അത് പിന്നെ അങ്ങനെയാണ്, എന്ത് ധൃതി പിടിച്ച് ചെയ്താലും എനിക്ക് ഇങ്ങനത്തെ പണിയൊക്കെ കിട്ടാറുണ്ട്. ഇതേപോലെ റീസെൻ്റ്ലി ഒരു പണി കിട്ടിയിട്ടുണ്ട്, ഒരു ഇറാനി പോള ഉണ്ടാക്കിയത്. അതിൻ്റെ വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും അതങ്ങനെ റോൾ ചെയ്ത് വെച്ചു. അപ്പോൾ അത് ഓരോന്നായിട്ട് എടുത്ത് വെക്കാം കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ടും ഇലയിൽ ഈ ഒരു ഓയിൽ പുരട്ടണം, അല്ലെങ്കിൽ അതിങ്ങനെ ഒട്ടി സ്റ്റിക്കി ആയിട്ട് പിടിക്കും. എന്നിട്ട് അത് നമ്മുടെ ഈ ഒരു ഇഡ്ഡലി ചെമ്പിൻ്റെ അകത്തേക്ക് എടുത്ത് പുഴുങ്ങാൻ വേണ്ടി വെച്ച് കൊടുക്കുക. സംഭവം ഇപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ഈ ഒരു നോമ്പിനുള്ള പ്രിപ്പറേഷൻസ് ഉണ്ടോ, അല്ലാതെ പത്തിരിയുടെ അല്ലെങ്കിൽ ഈ ചുരുട്ടിൻ്റെ റെസിപ്പി അല്ല ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഓരോന്നായിട്ട് ആ ഒരു ഇഡ്ഡലി ചെമ്പിനകത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും ഉമ്മിച്ചിക്ക് വേറെ പരിപാടിയായിരുന്നു. ഉമ്മിച്ചിയായിരുന്നു ഇന്ന് പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി പഴംപൊരിയായിരുന്നു കേട്ടോ. അപ്പം മൈദയും കോൺഫ്ലോറും പിന്നെ മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ആ ഒരു ബാറ്ററിലിട്ട് മുക്കി പൊരിച്ചെടുത്തു. പിന്നെ തണ്ണിമത്തൻ ഞങ്ങളുടെ വീട്ടിൽ, അല്ലെങ്കിൽ എനിക്കൊന്ന് മിക്ക വീട്ടിലും കാണുമായിരിക്കും, റംസാൻ മാസത്തിൽ 30 ദിവസം കാണുന്ന ഒരു ഐറ്റം ആയിരിക്കും ഈ ഒരു സംഭവം, വാട്ടർമെലൺ. ഇവിടെ സ്ഥിരമാണ്. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഈ ഒരു വാട്ടർമെലൺ എന്ന് പറയുന്നത്. എനിക്കും ഇഷ്ടമാണ്, മോക്കും ഇഷ്ടമാണ്. മോളും ഇക്കാക്കും തച്ചിനിരുന്ന് ഒരെണ്ണമൊക്കെ അങ്ങനെ ഇരുന്ന് തിന്നോളും. അങ്ങനെയുള്ളവരാണ് കേട്ടോ അവർ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ നോമ്പിന് 30 ദിവസവും ഇവിടെ തണ്ണിമത്തൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്നെങ്കിൽ നമ്മുടെ ജ്യൂസ് അടിച്ച് വെക്കുക, അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ കുത്തിച്ചതച്ചിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് ആ ഒരു സൈസിൽ ഉണ്ടാക്കൂലേ ജ്യൂസ് പോലെ, അതുപോലെ ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഇതേപോലെ കഷ്ണിച്ച് ആക്കി വെക്കും. ഒത്തിരി കുറച്ച് കൂടുതൽ കഷ്ണിച്ച് വെക്കും. അത് ചിലപ്പോൾ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഇടയ്ക്കത്തെ സമയം ഫ്രീ ആയിട്ടിരിക്കത്തില്ല, അപ്പോൾ 1-2 ഒക്കെ വെച്ച് എല്ലാവരും എടുത്തിനും. അല്ലെങ്കിൽ ഇക്കാക്ക് ഇതേപോലെ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും ഒരെണ്ണം എടുത്തിനും. അങ്ങനെ അങ്ങ് അരിഞ്ഞ് വെച്ചേക്കും.
കൊടുത്തേക്കും. അപ്പോൾ പാത്തൂനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആള് ഞാൻ അരിഞ്ഞു വെക്കുമ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന് ഞാൻ കരുതിയത് എടുത്ത് തിന്നാനായിരിക്കും എന്നാണ് കരുതിയത്, പക്ഷെ അല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒരെണ്ണം എടുത്ത് അവൾക്ക് കൊടുത്തു. അപ്പോൾ നല്ല മധുരം ഉണ്ടെന്നൊക്കെ പറഞ്ഞു പോയി. അപ്പോൾ ഇന്ന് കുറുമക്കറി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ നോമ്പ് തുടങ്ങിയിട്ട് 2 ദിവസം മാത്രമേ ചിക്കനും ബീഫും ഉണ്ടായിരുന്നുള്ളൂ. ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസവും ബാക്കിയൊക്കെ നമ്മൾ മുട്ടക്കറി കിഴങ്ങറി അങ്ങനെയൊക്കെ ആയിട്ട് മിക്സഡ് ആയിട്ടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഞാൻ ക്യാരറ്റും അതേപോലെ കിഴങ്ങൊക്കെ ഒന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക് വൈകുന്നേരം ഈ പൊരിച്ച കടികൾ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം അത്രയൊക്കെ തന്നെ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് കാരണം ഈ ബ്രെഡിന്റെ നമ്മുടെ സാൻഡ്വിച്ച് ഉണ്ടല്ലോ, വൈറൽ സാൻഡ്വിച്ച്, അപ്പോൾ അത് മതി. അതാകുമ്പോഴത്തേക്കിനും വേറെ എണ്ണ ഒന്നും ചേരാത്ത കാരണം അത് മതി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഇക്കാക്ക് വണ്ണം വെപ്പിക്കുന്നത് ഞാനാണെന്നുള്ളൊരു പരാതി ഉണ്ട് പൊതുവെ. അപ്പോൾ അത് കാരണം എന്തായാലും അതിന് മാറ്റാന്ന് കരുതിക്കൊണ്ട് അതെല്ലാം ഒന്ന് റെഡിയാക്കി കൊടുത്തു കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ ആ ഒരു ചുരുട്ടൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ലോണം കുറച്ച് നേരം 10-20 മിനിറ്റോളം ആവി വെക്കേണ്ടി വന്നു, കാരണം അത്രയും ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട്. പിന്നെ എന്തായാലും ഇക്കാക്കുള്ളത് ഞാൻ കൊടുത്തു വിടാന്ന് കരുതി ഇക്കാക്ക് പാത്രത്തിലാക്കി അതും കൊടുത്തു വിട്ടു. ഒരു പഴംപൊരി എന്നാലും ഞാൻ വെച്ചിട്ടുണ്ട്, കഴിക്കുന്നെങ്കിൽ കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പം പറയുന്നതിൽ കാര്യമായിട്ട് ഇക്കാക്ക് വണ്ണം വെപ്പിക്കുന്നത് ഞാനാണ്. അപ്പോൾ ദേ നമ്മുടെ ചുരുട്ടിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ലുക്കിലല്ല കാര്യം, ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് സംഭവം സൂപ്പറായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് അതിൻ്റെ ആ ഫില്ലിങ് ഒന്ന് ഉണ്ടാക്കി നോക്കണം, എന്നാലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയത്തുള്ളൂ. അത്രയും നല്ല സൂപ്പർ സാധനമായിരുന്നു കേട്ടോ. ഭയങ്കര ചൂടായിരുന്നു, കൈയ്യൻ്റെ പൊള്ളിയിട്ട് നിൽക്കാൻ പാടില്ലായിരുന്നു. പിന്നെ വീഡിയോ എടുക്കണ്ടേ. പിന്നെ ഉമ്മിച്ചി അപ്പോഴത്തേനും പഴംപൊരിയൊക്കെ റെഡിയാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തണ്ണിമത്തനും ചുരുട്ടും അതേപോലെ ജ്യൂസും ഓറഞ്ച് ജ്യൂസായിരുന്നു എല്ലാമായിട്ട് അൽഹംദുലില്ലാ നോമ്പ് തുറന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.